പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് യൂറോപ്പിൽ വന്നിട്ട് ഏകദേശം ഒരു 12 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലെ. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റ് യൂസ് ചെയ്താണ് ഓരോന്ന് ബുക്ക് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ബുക്കിംഗ് ആൻഡ് അക്കോമഡേഷൻ. എങ്ങനെ നമുക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് അക്കോമഡേഷൻ ബുക്ക് ചെയ്യാം എന്നുള്ളത് പറയാം. അപ്പോൾ ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സൈറ്റ് hotels.com ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഹോട്ടൽസിൻ്റെ ഇൻഫർമേഷൻ കിട്ടും, അതിൻ്റെ ബെസ്റ്റ് ഡീലുകൾ കിട്ടും, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളുടെ ഡീലുകൾ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ പല സൈറ്റുകളുണ്ട്. hotels.com, hostels.com, airbnb.com, അങ്ങനെ കുറേ സൈറ്റുകളുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റി എന്താണെന്ന് എടുത്ത് പറയുവാണെങ്കിൽ, hotels.com എന്ന് പറഞ്ഞത് ഒരു വലിയൊരു വെബ്സൈറ്റാണ്. അതിനകത്ത് പല ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഹൈ എൻഡ് ഹോട്ടൽസ് തൊട്ട് ബജറ്റ് ഹോട്ടൽസ് വരെ എല്ലാ ടൈപ്പ് അക്കോമഡേഷനും അതിനകത്ത് നിന്ന് കിട്ടും. അല്ലെങ്കിൽ ഹോട്ടലിനേക്കാളും ഹോസ്റ്റൽസ് ആയിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഉള്ളത്. കാരണം അതിനേക്കാളും ഒരുപാട് ചീപ്പാണ് ഹോസ്റ്റൽസ്. അപ്പോൾ ഹോസ്റ്റൽസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർഡ് അക്കോമഡേഷനോ അല്ലെങ്കിൽ പ്രൈവറ്റിലായിട്ടുള്ള റൂമുകളോ കിട്ടും. ഇപ്പോൾ ഹോസ്റ്റൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് €10 പെർ നൈറ്റ് തൊട്ട് റേറ്റ് കിട്ടും ഒരു ബെഡിന്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മിക്കവാറും ഹോട്ടൽസിലും അതുപോലെ ഹോസ്റ്റൽസിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഞ്ച് ഇച്ചിരി ഡിലേ ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് നമ്മൾ ഫില്ലായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ലഞ്ച് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലഞ്ച് നമുക്ക് ഡിലേ ആയിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കാം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ. ഇപ്പോൾ സീരിയൽസ് ആയാലും അതുപോലെ ഫ്രൂട്ട്സ് ആയാലും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബുഫേ ആയിരിക്കും. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ Airbnb അപ്പാർട്ട്മെന്റ്സ് ആണ്. നമ്മൾ എത്ര പേരാണോ ട്രാവൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ 2 BHK അല്ലെങ്കിൽ 3 BHK 4 BHK ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ അപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങിച്ച് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒരു വീടായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ആ ഹോട്ടലിന്റെ 4 ഭിത്തിക്കുള്ളിരിക്കണ്ടല്ലോ. പിന്നെ കുറേ ദിവസം നമ്മൾ സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ല ഓപ്ഷൻ. കാരണം നമ്മൾ ഓരോ തവണയും പുറത്ത് പോയി ലഞ്ച് കഴിക്കുക, ഡിന്നർ കഴിക്കുക, അതിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ ഒരു ബ്രെഡോ മുട്ടയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും പെട്ടെന്ന് കഴിയും, കുറച്ചുകൂടി എക്കണോമിക്കലും ആയിരിക്കും. പിന്നെ ഇവിടെ എല്ലാ സിറ്റിയിലും ഇബിസിൻ്റെ ഹോട്ടൽസ് ഉണ്ട്. ഇബിസിന് 3 സ്റ്റാൻഡേർഡ് ഹോട്ടൽസ് ഉണ്ട്. ബജറ്റും ഉണ്ട്, പിന്നെ അതുപോലെ ബിസിനസ്സും ഉണ്ട്, പിന്നെ ലക്ഷറി ഹോട്ടൽസും ഉണ്ട്. ഇതിൽ ബജറ്റ് ഹോട്ടൽസ് നല്ല ചീപ്പാണ്, നല്ല കൺവീനിയൻറ്റും ആണ്. നമ്മളിപ്പോൾ ഒരു സിറ്റിയിലൊക്കെ താമസിക്കുകയാണെങ്കിൽ ശരിക്കും സെക്യൂർ ആണ്. അതുപോലെ തന്നെ പ്രൈസും നല്ലപോലെ എക്കണോമിക്കലാണ്. അപ്പോൾ ഹോട്ടൽസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പോകുന്ന സിറ്റിയിൽ ഇബിസ് ഹോട്ടൽസ് ഉണ്ടോ എന്ന് നോക്കുക. ഇബിസ് ബജറ്റ് ഹോട്ടൽസ് പ്രിഫർ ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഹോട്ടൽസ് അല്ലെങ്കിൽ ഇതുപോലെ അപ്പാർട്ട്മെന്റ്സ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടാവും. ഫോട്ടോസ് കണ്ട് കൊള്ളാൻ അടിപൊളിയാണെന്ന് വിചാരിച്ച് അതിൽ വീഴരുത്. ഒപ്പം നമ്മൾ റിവ്യൂ നോക്കണം, റേറ്റ് നോക്കണം. അതുപോലെ തന്നെ റിവ്യൂസ് നോക്കുമ്പോഴത്തേക്കും ന്യൂവസ്റ്റ് റിവ്യൂസ് വെച്ച് നിങ്ങൾ സോർട്ട് ചെയ്യുക റിവ്യൂസിനെ. എന്നിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് റിവ്യൂസ് എന്താണെന്ന് നോക്കുക. കാരണം മിക്കവാറും ഫോട്ടോസ് അവർ കുറച്ച് എഡിറ്റ് ചെയ്ത് നല്ല അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ശരിക്കും വിചാരിക്കുമ്പോൾ ഇത് നല്ല ലാഭമാണല്ലോ എന്ന്. പക്ഷേ റിവ്യൂസ് നോക്കിയിട്ട് നല്ലതാണോ അല്ലയോ നോക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്താൽ മതി. ആക്ച്വലി ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ. പണ്ട് ഒരു തവണ ഇറ്റലിയിൽ നെപ്പോളി എന്ന് പറഞ്ഞ സിറ്റിയിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഫോട്ടോസൊക്കെ കണ്ട് നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. ബുക്ക് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് എന്തൊരു വൃത്തികെട്ട ഒരു ഹോട്ടലാണെന്ന്. കാരണം പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തികളും, എന്താ പറയുക, നമ്മളേതോ പഴയ കാലത്ത് ചെന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അതുപോലെ വെള്ളത്തിനൊക്കെ ഒരു സ്മെല്ലും. ശരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല, അത്രയ്ക്ക് മോശമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു ദിവസം അവിടെ കഷ്ടിച്ച്, ഞങ്ങൾ ചെന്നത് രാത്രിയായിരുന്നു, പിന്നെ വേറെ വഴിയില്ലല്ലോ, അവിടെ ഒരു ദിവസം കഷ്ടിച്ച് നിന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വേറൊരു ഹോട്ടലിലേക്ക് മാറുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മളൊരു സ്ഥലത്ത് പുതിയതായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നോക്കി റിവ്യൂസ് ശരിക്കും വായിച്ച് നോക്കിയിട്ട് നല്ലത് മാത്രം നോക്കി ബുക്ക് ചെയ്യുക. നല്ല ഹോട്ടൽസ് വിലക്കുറവേ കിട്ടും. അപ്പോൾ നമ്മൾ വെറുതെ എന്തിനാ ഇതുപോലെ ചീത്ത ഹോട്ടൽസിന് വെറുതെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. പിന്നെ എല്ലാ ഹോട്ടൽസിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ട് നമ്മുടെ പാസ്പോർട്ട് അവർ ചോദിക്കും ID ആയിട്ട്. അപ്പോൾ അതൊരു അവർക്ക് ഡേറ്റ എൻട്രി ചെയ്യാനും കാര്യങ്ങൾക്കായിട്ട് അവർ വാങ്ങിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും. അത് കൂടുതൽ നമ്മൾ അവർക്ക്
പാസ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അത് ഓവർനൈറ്റ് വയ്ക്കണം അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെയിറ്റ് ചെയ്യുക, അവരത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു വരും. അത് തിരിച്ച് വാങ്ങിച്ചിട്ട് തന്നെ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്താൽ മതി. നിങ്ങളുടെ ട്രാവൽ എങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇൻസൈഡ് യൂറോപ്പ് എങ്ങനെ ട്രാവൽ ബുക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, omio.com. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വിത്തിൻ യൂറോപ്പ് ഏതൊക്കെ സിറ്റികളിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ട്രെയിൻ കണക്ഷൻ, ബസ് കണക്ഷൻ, അതുപോലെ ഫ്ലൈറ്റ് കണക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അത് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റസ്റ്റ് റൂട്ടോ അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഒറ്റ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. അതാണ് omio.com. ഞങ്ങൾ കൂടുതലും ഇതുപോലെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും omio.com എന്ന് തന്നെയാണ് ബുക്ക് ചെയ്യാറ്. പിന്നെ അതിൽ അങ്ങനെ പറ്റിക്കൽ പരിപാടീസ് ഒന്നുമില്ല. നമ്മൾ അതിൽ നിന്ന് ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്കൊന്നും ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ഡയറക്റ്റ് ബുക്കിംഗ് ആണ്. അതായത് omio.com എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ സർവീസ് പ്രൊവൈഡറിൽ പോയിട്ട് ബുക്ക് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇപ്പം നിങ്ങൾ നോക്കുന്നത് ഫ്ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ skyscanner.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കും. ഇനി ജർമ്മനിക്കകത്ത് ട്രെയിൻസ് ബുക്ക് ചെയ്യാനാണെങ്കിൽ deutschebahn.de എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ജർമ്മനിയിൽ ഓടുന്ന എല്ലാ ട്രെയിനുകളിലെയും നമുക്ക് റിസർവേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നാട്ടിലിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റിനൊപ്പം തന്നെ ഒരു സീറ്റ് ലൊക്കേറ്റ് ചെയ്ത് കിട്ടത്തില്ലേ? ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ജർമ്മനിയിൽ ട്രെയിൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ട്രാവലിന് 4.9 euros എക്സ്ട്രാ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സീറ്റ് അസൈൻ ചെയ്ത് കിട്ടും. നമ്മളിപ്പോൾ സീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളിൽ പോയിരിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അക്രോസ് യൂറോപ്പ് ഒരുപാട് ബഡ്ജറ്റ് എയർലൈൻസ് ഉണ്ട്. അപ്പോൾ ട്രെയിനിനേക്കാളും ചീപ്പായിട്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കിട്ടും ഇവിടെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റയനെയർ, ഈസിജെറ്റ്, അതുപോലെ യൂറോവിങ്സ്, ഇതിനൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള ടിക്കറ്റ്സ് ചില സമയത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ റയനെയറിലൊക്കെ ആണെങ്കിൽ 10 euros തൊട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം യൂറോപ്പിലെ ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക്. പക്ഷേ ഇതിന് ഡ്രോബാക്ക് ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാശിന്, ഈ ഒരു റേറ്റിൽ നമുക്ക് ക്യാബിൻ ലഗേജ് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചെക്കിൻ ലഗേജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചെക്കിൻ ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ വേറെ കാശ് കൊടുക്കണം. അതിപ്പോൾ അതും കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് തന്നെയാവും. ഒരു 60-70 euros ഒക്കെ വരും. നമുക്കിപ്പോൾ ചെറിയൊരു ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു പെട്ടി മാത്രമേ ഉള്ളൂ, നമ്മുടെ കൈ കൊണ്ടെടുക്കാൻ പറ്റുന്ന പെട്ടി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഈ ഫ്ലൈറ്റുകളിൽ പോവാം. പക്ഷേ അവരുടെ ഒരു ബാഗേജ് ഡയമെൻഷൻ ഉണ്ടാവും. ആ ഡയമെൻഷനിൽ നിൽക്കുന്ന ബാഗ് മാത്രമേ ക്യാബിൻ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാർ റെന്റിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം. പക്ഷേ ആ ലൈസൻസ് ഇംഗ്ലീഷിലായിരിക്കണം. ഇനി ഇംഗ്ലീഷ് ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലൈസൻസ് വേണ്ടി വരും. അപ്പോൾ യൂറോപ്പിലെ എല്ലാ കൺട്രിയിലും തന്നെ ഇന്ത്യൻ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഈ ലൈസൻസ് മാത്രം കാണിച്ചാൽ മതിയാവും. ഇവിടെ കാർ റെന്റിന് എടുക്കണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ കാർ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ ആ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ കാർ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും ആ എമൗണ്ട് നമുക്ക് തിരിച്ചു തരും. അതുപോലെ തന്നെ കാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അത് ടോട്ടൽ ഡാമേജ് ഇൻഷുറൻസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് സാധാരണ ചുമ്മാ ഒരു കാർ എടുക്കേണ്ടതും ടോട്ടൽ കാർ ഡാമേജ് ഇൻഷുറൻസ് എടുക്കുന്നതും തമ്മിൽ കുറച്ച് റേറ്റിന് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പോറലോ അല്ലെങ്കിൽ തട്ടിലോ മുട്ടിലൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ടോട്ടൽ ഡാമേജ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൽ കവർ ചെയ്ത് പൊക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അത് പേ ചെയ്യേണ്ടി വരും. അത് ചില കാർ കമ്പനികൾ, അത്ര ബ്രാൻഡഡ് അല്ലാത്ത കാർ കമ്പനികളൊക്കെ ആണെങ്കിൽ അവരുടെ തോന്നുന്ന എമൗണ്ട് നമുക്ക് എഴുതി തരും. അത് നമ്മുടെ കാർഡിൽ നിന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അത് കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് ടോട്ടൽ ഡാമേജ് ഇൻഷുറൻസ് ഉള്ള കാറുകൾ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഏതൊക്കെയാണ് നല്ല കാർ റെൻ്റൽ സർവീസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജറ്റായിട്ട് നോക്കുവാണെങ്കിൽ AVs നല്ലതാണ്, എൻ്റർപ്രൈസ് നല്ലതാണ്. പിന്നെ 6 സീറ്റ് ഉണ്ട്, യൂറോപ്പ കാറുണ്ട്. അവർക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാലും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അവരുടെ സർവീസസ് ഒക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു നഷ്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ കാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഒരു 5 സീറ്റർ കാറാണെന്നുണ്ടെങ്കിൽ അതിൽ 5 ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അത് കൂടുതൽ ആൾക്കാരെ ഒരിക്കലും കയറ്റരുത്. അതിപ്പോൾ കുട്ടികളാണെങ്കിലും അവരെ ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കൗണ്ട് ചെയ്യണത്. അപ്പോൾ പിന്നെ ഇവിടെ ചെറിയ കുട്ടികൾക്ക് ചൈൽഡ് സീറ്റ് നിർബന്ധമാണ്. അത് നമുക്ക് ഈ കാർ റെൻ്റലിൻ്റെ കൂടെ അവർ തരും. എന്ന് വെച്ചാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതും റെൻറ്റിന് തരും. അപ്പോൾ അത് വച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരാനും ഒക്കെ ആയിട്ട് ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്കിപ്പോൾ GPS വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും മിക്കവാറും ചിലപ്പോൾ കാറിൽ ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കും. ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ GPS അവരോട് ചോദിച്ച് വാങ്ങിക്കുക. അതിനും ഒരു നോർമൽ കുറച്ച് റെൻറ്റ് കൊടുക്കേണ്ടി വരും.
പിന്നെ ചില കാർ സർവീസുകൾ വൈഫൈ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നല്ല ഓപ്ഷനാണ്. ഈവൻ ഇഫ് നിങ്ങൾക്ക് GPS ഇല്ലെങ്കിലും ഫോണിൽ വൈഫൈ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം നിങ്ങൾ കൂടുതലും സിറ്റികളിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പാരീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ പ്രാഗിലാണെങ്കിലും അതായിരിക്കും നല്ലത്. പ്രാഗിൽ ശരിക്കും ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നടന്ന് തന്നെ പോയി കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് എല്ലാം തന്നെ. ഒരു ഫുൾ ഡേ എടുത്ത് നടന്ന് പോയാൽ മതി. ഇപ്പോൾ ലോക്കൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഡേ ടിക്കറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഡേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ആ ദിവസം നിങ്ങൾ എടുക്കുന്ന സമയം തൊട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 o'clock വരെ അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിക്കവാറും നിങ്ങൾ നിൽക്കുന്ന സിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും പറ്റും. ചില സിറ്റികളിൽ, ടൂറിസ്റ്റ് സിറ്റികളിലൊക്കെ ആണെങ്കിൽ 3 day ടിക്കറ്റ് അല്ലെങ്കിൽ 5 day ടിക്കറ്റ്, 4 day ടിക്കറ്റ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റിയിലുള്ള ഒരുമാതിരി എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇപ്പം ബസ്സസ് ആയാലും ട്രെയിൻസ് ആയാലും മെട്രോ ആയാലും എല്ലാത്തിനും തന്നെ നിങ്ങൾക്ക് ആ ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഏതാണ് നല്ല ഓപ്ഷൻ എന്നുള്ളത്. പിന്നെ ചില സിറ്റികളിൽ ഗ്രൂപ്പ് ടിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് 6 people അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു 20 euros ഒരു ദിവസം ഫുൾ ആ സിറ്റിയിൽ കറങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ ട്രാവലിനും ഓരോ ടിക്കറ്റ് എടുക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് നോക്കുക. ഗ്രൂപ്പ് ടിക്കറ്റ് അല്ലെങ്കിൽ ഡേ ടിക്കറ്റ് അല്ലെങ്കിൽ മൾട്ടി ഡേ ടിക്കറ്റ് അങ്ങനത്തെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. പിന്നെ ഒരുമാതിരി എല്ലാ സിറ്റികളിലും ബൈസിക്കിൾ റെന്റിങ് സർവീസസ് ഉണ്ടാവും. നിങ്ങൾക്ക് നന്നായിട്ട് സൈക്കിൾ ഓടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. നല്ലൊരു ഓപ്ഷനാണ് സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പിന്നെ എല്ലാ സിറ്റികളിലും ഇ സ്കൂട്ടർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്കൂട്ടർ എടുക്കണം നല്ലൊരു ഓപ്ഷനാണ്. അത് ഏകദേശം 1 മിനിറ്റിന് 0.2 to 0.25 euros ഒക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ അഡാപ്റ്റർ കൂടെ എപ്പോഴും കരുതുക. അത് കൂടുതലും നമുക്ക് എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് ഇവിടുത്തെ യൂറോപ്പിലെ സിസ്റ്റം എന്ന് പറയുന്നത് 220 volt തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പക്ഷേ പവർ പ്ലഗുകൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ 3 pin ഇല്ല, 2 pin ആണ്. പിന്നെ അതിൻ്റെ ഷേപ്പ് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നാട്ടിലെ എല്ലാ പിന്നുകളും എന്ന് പറയുന്നില്ല, ചിലതൊന്നും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഒരു ട്രാവൽ അഡാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ചാർജ് ചെയ്യാനും ഫോണുകളും ക്യാമറയൊക്കെ ചാർജ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി എടുക്കാൻ മറന്നാൽ തന്നെ നിങ്ങളിപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ, ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലൊക്കെ ആണെങ്കിൽ തന്നെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇനി വേഴ്സ്റ്റ് കേസ് നിങ്ങളിത് മറന്നു പോയി ഇവിടെ വന്നിട്ടാണ് ഓർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടു യൂറോപ്പ് കൺവേർട്ടറുകൾ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറുകളിൽ കിട്ടും. എല്ലാ സിറ്റികളിലും തന്നെ ഇന്ത്യൻ സ്റ്റോറുകൾ ഉണ്ടാവും. ഏകദേശം 10 euro ഒക്കെ ആവും തോന്നുന്നു ഇവിടെ വന്നിട്ട് വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ട്രാവൽ കാർഡ്. പൈസ നമ്മൾ കൊണ്ടുനടക്കുന്നത് ശരിക്കും റിസ്ക് ആണ്. യൂറോപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടൂറിസ്റ്റിക് പ്ലേസസിൽ ഇതുപോലെ പിടിച്ചുപറിയും പിക്ക് പോക്കറ്റിംഗ് ഒക്കെ നല്ലപോലെ നടക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെങ്കിലും അല്ല അക്കോമഡേഷനൊക്കെ ആയാലും കൂടുതലും സ്ഥലങ്ങളിൽ കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കാർഡ് തന്നെ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകത്തില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് പൈസയുടെ ആവശ്യം തന്നെ. അപ്പോൾ അതിനു വേണ്ടി മാത്രം കുറച്ച് പൈസ മാറ്റി വയ്ക്കുമ്പോൾ തന്നെ അത് എല്ലാ പൈസയും ഒരിടത്ത് വയ്ക്കാതെ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഇൻ കേസ് ഒരെണ്ണം പോയാലും നമുക്ക് അടുത്ത ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ വലിയ സിറ്റികളിലൊക്കെ പോകുമ്പോഴത്തേക്കും ചില ആൾക്കാർ വന്നിട്ട് പൈസ കൊടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റി കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്പോൾ കൂടുതലും അത് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാരീസിൽ പോയപ്പോഴത്തെ ഇതുപോലെ 2-3 പെൺകുട്ടികൾ വന്നിട്ട് അവർ എന്തോ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ നിന്ന് കുറച്ച് പൈസ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ കാണിക്കും. ഇങ്ങനെ നേരത്തെ ആൾക്കാർ കൊടുത്തതിൻ്റെ പൈസയും അവരുടെ പേരും എമൗണ്ട് കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്ന് കൊടുക്കാൻ പറഞ്ഞു. അവോയ്ഡ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് നമ്മുടെ പേഴ്സ് പിടിച്ച് ഒന്ന് വലിക്കാനൊക്കെ. അങ്ങനത്തെ ഓപ്ഷൻസ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടുതലും ഇതുപോലെ ടൂറിസ്റ്റിക് പ്ലേസുകളിൽ ബാക്ക് പാക്ക് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല തിരക്കുള്ള സ്ഥലമാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇടാൻ നോക്കുക. ഇപ്പോൾ ജാക്കറ്റിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ പോക്കറ്റ്സ് ഉണ്ടാവും. അതിലൊക്കെ വേണം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സും അതുപോലെ പൈസയൊക്കെ സൂക്ഷിക്കാനായിട്ട്. എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇല്ല, ഇതുപോലെ ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പിക്ക് പോക്കറ്റിംഗ് ഒക്കെ ഉണ്ട്.
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൊണ്ടുവരിക. ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് ഹാർഡ് വാട്ടർ ആണ്. അപ്പോൾ നമ്മൾ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്ത് കഴിഞ്ഞാൽ മുഖം ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ പുറത്തെന്ന് പറഞ്ഞാലും ഡ്രൈ എയർ ആണ്, ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫേസും സ്കിന്നും ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, ഡ്രൈ ആയി പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം എപ്പോഴും അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്ത് പോകാനൊക്കെ ആയിട്ട്. ഈവൻ കുളിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. അതുപോലെ ലിപ് ബാം അത് കയ്യിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടാൻ തുടങ്ങും. പിന്നെ സമ്മർ ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സൺസ്ക്രീൻ ലോഷനും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെ അല്ല, ഒരു വല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ചൂടാണ്. അപ്പോൾ ഒരു സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടുതലും അകത്തെപ്പോഴും തണുപ്പ്, വീടുകളുടെ അകത്ത് അല്ലെങ്കിൽ ഹോട്ടലുകളുടെ അകത്തൊക്കെ തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ കാലൊക്കെ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സോക്സ് ഇടുവോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും സാൻഡൽസ് കൊണ്ടുവന്ന് യൂസ് ചെയ്യുകയോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് തണുപ്പായിരിക്കും. പിന്നെ വിൻ്റർ ആണെങ്കിൽ അതിന് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുക. അതെങ്ങനെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെയോ എവിടെയെല്ലാം കൊടുക്കാം. പിന്നെ നിങ്ങൾ കൂടെ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസ് ആണ്. നിങ്ങൾക്കിപ്പോൾ എമർജൻസി മെഡിസിൻസ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ പെട്ടെന്നൊരു പനി വന്നാൽ, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ പനിയുടെ മെഡിസിൻസ് എടുക്കും, അതുപോലെ തൊണ്ടവേദനയുടെ മെഡിസിൻസ് എടുക്കും. പിന്നെ എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനുള്ള ഡൈജീനോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കും. ഇപ്പോൾ നിങ്ങൾ മോഷൻ സിക്നസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ അവോമിൻ പോലത്തെ ടാബ്ലറ്റുകൾ, ട്രാവൽ ചെയ്യുമ്പോൾ വൊമിറ്റ് ചെയ്യാതിരിക്കാനൊക്കെ അതൊക്കെ എപ്പോഴും കൈ കരുതുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ ആസ്മ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ ഇൻഹേലേഴ്സ് കൈ കരുതുക. ഇപ്പോൾ സമ്മറിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് പൊളൻ ഗ്രെയിൻസ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഈ അലർജി ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോയി ഡോക്ടേഴ്സിനെ കണ്ടത് വാങ്ങിക്കാന്ന് വെച്ചാൽ അത് നല്ല പണിയായിരിക്കും. നമുക്ക് കൂടുതലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടത്തില്ല. ഡോക്ടറെ കണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ വെറുതെ നമ്മുടെ സമയം പോകത്തില്ലേ. അതിന് പകരം നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് അങ്ങനത്തെയുള്ള മരുന്നുകൾ കൊണ്ടുവരാം. മരുന്നുകൾ കൊണ്ടുവരുമ്പോൾ അവരുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ. അതായത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം മരുന്നുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടായി, എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. പിന്നെ നിങ്ങൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ചെക്ക് ഇൻ ബാഗേജിനകത്തായിരിക്കും എല്ലാ സാധനവും വയ്ക്കരുത്. എന്ന് വെച്ചാൽ എല്ലാ സാധനവും ഞാൻ ഉദ്ദേശിച്ചത് അറ്റ്ലീസ്റ്റ് 1 പെയർ ഓഫ് ഡ്രസ്സ് എങ്കിലും നിങ്ങളുടെ ക്യാബിൻ ബാഗേജിൽ വയ്ക്കുക. ഇൻ കേസ് നിങ്ങളുടെ ലഗേജ് കിട്ടാൻ വൈകുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലൈറ്റ് മിസ്സായി നിങ്ങൾ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഡേ സർവൈവ് ചെയ്യാനുള്ള ഡ്രസ്സുകളും അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ടൂത്ത് ബ്രഷും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് നിങ്ങളുടെ ക്യാബിൻ ലഗേജിൽ കൂടെ വയ്ക്കുക. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ എല്ലാ യൂറോപ്യൻ സിറ്റികളിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു യൂറോപ്പിലേക്ക് ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്കും ഇന്ത്യൻ ഫുഡ് കഴിക്കാനല്ലോ വന്നത്. നമുക്കിപ്പോൾ ഇവിടുത്തെ ടേസ്റ്റുകളൊക്കെ അറിയണ്ടേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ കൂടുതലും ഇവിടുത്തെ ഓരോരോ ഫുഡുകൾ ട്രൈ ചെയ്യുക. നമ്മൾ പോകുന്ന സ്ഥലത്തെ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ മെയിൻ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുക. ഞങ്ങൾ കൂടുതൽ അങ്ങനെയാണ് ചെയ്യാറ്. പുറത്തുനിന്ന് ആ സ്ഥലത്തെ മെയിൻ ഫുഡ് എന്താണോ അത് ട്രൈ ചെയ്യാറുണ്ട് മിക്കപ്പോഴും. അല്ല ഇപ്പം നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, ഇന്ത്യൻ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാ സിറ്റിയിലും ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ പിന്നെ കൂടുതലും നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരിക്കും കൂടുതൽ, സൗത്ത് ഇന്ത്യൻ കുറവാണ്. ഇനി നിങ്ങളിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ എയർബിഎൻബി ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1-2 തവണ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ശരിക്കും എക്കണോമിക്കലാവും. പുറത്ത് പോയാലും വലിയ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത്. ഇപ്പോൾ ചില മാർക്കറ്റുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ലോക്കൽ ഫുഡുകളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അതൊക്കെ എൻജോയ് ചെയ്ത് നോക്കുക. ട്രിപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർ അരിയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എല്ലാ ടൈപ്പ് അരിയും കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ തന്നെ കിട്ടും. ഇന്ത്യൻ സ്റ്റോറിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ബസ്മതി റൈസ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ പുഴുക്കലരി ഇല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, കേരളക്കാർ ഫുഡ് കഴിക്കുന്നത്, അതിന് പാർബോയിൽഡ് റൈസ് എന്നാണ് പറയുന്നത്. ആ റൈസ് ഇവിടെ കിട്ടും. പിന്നെ എല്ലാം കിട്ടും എന്ന് വെച്ചാൽ. പിന്നെ എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന സാധനം എന്ന് പറഞ്ഞാൽ മസാലകളാണ്. അതിവിടെ കിട്ടത്തില്ല. കിട്ടും, ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടത്തുള്ളൂ, കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മസാലകൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നാട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവരിക. ഒരുപാടൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു 10 ദിവസമൊക്കെ എത്ര വേണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്രയൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു ലിസ്റ്റ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ. പിന്നെ പാസ്പോർട്ട്, വിസ, ടിക്കറ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം.
അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടുള്ള ട്രാവൽ ബുക്ക് ചെയ്യാനുള്ള, അതുപോലെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വലിയ ടോപ്പിക്കാണെങ്കിൽ നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത എപ്പിസോഡിൽ കാണാം.